സുപ്രഭാതം. ഒരു ചെറിയ ദൃശ്യം പറഞ്ഞ് തുടങ്ങാം. ഒരു വിവാഹവേദി. ലൈറ്റുകൾ തിളങ്ങുന്നു. എല്ലാവരും പുതിയ വസ്ത്രങ്ങളിൽ. ഫോട്ടോഗ്രാഫർ ആളുകളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഒരു യുവാവ് പിന്നിലെ കസേരയിൽ ഇരിക്കുകയാണ്. ആദ്യം അവൻ സന്തോഷത്തിലായിരുന്നു. സുഹൃത്തിൻ്റെ വിവാഹം, പഴയ കൂട്ടുകാർ, ചിരി, ഓർമ്മകൾ. പക്ഷെ കുറച്ച് മിനിറ്റിനുള്ളിൽ അവൻ്റെ മനസ്സ് മാറി. ഒരാൾ പുതിയ കാർ വാങ്ങിയെന്ന് കേട്ടു. മറ്റൊരാൾ വിദേശത്ത് ജോലി ചെയ്യുന്നു. മൂന്നാമൻ സ്വന്തം വീട് പണിതു. നാലാമൻ വലിയ ബിസിനസ് തുടങ്ങി. അവൻ തൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്തു. മുഖത്ത് ചിരി ഉണ്ടായിരുന്നു, പക്ഷേ ഉള്ളിൽ ഒരു വാചകം മാത്രം: എല്ലാവരും മുന്നോട്ട് പോയി, ഞാൻ മാത്രം പിന്നിൽ. ആ വിവാഹവേദിയിൽ അവന് ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ്റെ ശമ്പളം അതുതന്നെയായിരുന്നു, അവൻ്റെ കുടുംബം അതുതന്നെയായിരുന്നു, അവൻ്റെ കഴിവ് അതുതന്നെയായിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം മാറി: അവൻ്റെ സമാധാനം. അത് നഷ്ടപ്പെടുത്തിയത് മറ്റാരുമായിരുന്നില്ല, അത് നഷ്ടപ്പെടുത്തിയത് താരതമ്യം ആയിരുന്നു. ജീവിതത്തിലെ ഏറ്റവും ചിലവേറിയ ശീലം എന്താണെന്നറിയാമോ? സിഗരറ്റല്ല, മദ്യമല്ല, അധിക ചിലവ് പോലും അല്ല, താരതമ്യം. കാരണം അത് പണം മാത്രമല്ല, ആത്മവിശ്വാസം, സന്തോഷം, നന്ദി, വ്യക്തിത്വം എല്ലാം പതുക്കെ എടുത്തുകൊണ്ടു പോകും. നമ്മൾ പലപ്പോഴും കരുതുന്നത് താരതമ്യം നമ്മെ പ്രചോദിപ്പിക്കും എന്നാണ്. ചിലപ്പോൾ അത് ശരിയാണ്, പക്ഷെ മിക്കവാറും സംഭവിക്കുന്നത് മറ്റൊന്നാണ്. നാം മറ്റൊരാളുടെ ഹൈലൈറ്റ് നമ്മുടെ ബാക്ക് സ്റ്റേജുമായി താരതമ്യം ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ കാണുന്നു. ഒരു കുടുംബം മലമുകളിലാണ്, ഒരു ദമ്പതികൾ വിമാനത്താവളത്തിൽ, ഒരു സുഹൃത്ത് അവാർഡുമായി, ഒരു സഹപാഠി പുതിയ ഓഫീസിൽ. നമ്മൾ കാണാത്തതെന്താണ്? അവരുടെ കടം, അവരുടെ സമ്മർദ്ദം, അവരുടെ ഉറക്കമില്ലാത്ത രാത്രികൾ, അവരുടെ കുടുംബ പ്രശ്നങ്ങൾ, അവരുടെ ഭയങ്ങൾ. ഒരു പഴയ കഥയുണ്ട്. 2 കർഷകർക്ക് ചേർന്ന് കിടക്കുന്ന വയലുകൾ ഉണ്ടായിരുന്നു. ഒന്നാമൻ്റെ വയലിൽ നെല്ല് വളരെ ഉയരത്തിൽ വളർന്നു. രണ്ടാമൻ ദിവസവും അത് നോക്കി വിഷമിച്ചു. അവൻ്റെ വയൽ എത്ര നല്ലത്, എൻ്റേത് എത്ര പിന്നിൽ. അവൻ സ്വന്തം വയലിൽ ശ്രദ്ധിക്കാതെ ദിവസവും അയൽക്കാരൻ്റെ വയൽ നോക്കി സമയം ചിലവഴിച്ചു. മഴക്കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അയൽക്കാരൻ്റെ വയലിൽ നല്ല വിളവ് ലഭിച്ചു. സ്വന്തം വയൽ പുല്ല് നിറഞ്ഞു. എന്തുകൊണ്ട്? അവൻ കൃഷി ചെയ്യേണ്ട സമയം താരതമ്യം ചെയ്യുവാൻ ഉപയോഗിച്ചു. ഇത് കർഷകൻ്റെ കഥ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ കഥയാണ്. ചിലർ മറ്റുള്ളവരുടെ വിജയത്തെ അളക്കുന്നതിൻ്റെ തിരക്കിലാണ്. സ്വന്തം വളർച്ച അളക്കാൻ അവർക്ക് സമയം ഇല്ല. ഒരു സ്കൂൾ റണ്ണിംഗ് റേസ് ഓർക്കൂ. കോച്ച് കുട്ടികളോട് ഒരു പ്രധാന കാര്യം പറയുന്നു: ഓടുമ്പോൾ ഇടയ്ക്കിടെ അടുത്തുള്ളവനെ നോക്കരുത്. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ തല തിരിക്കുന്ന നിമിഷം നിങ്ങളുടെ ചുവട് പിഴയ്ക്കും. ജീവിതവും പലപ്പോഴും ഒരു മത്സരമാണ്, പക്ഷേ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ട്രാക്കാണ്. ചിലർ 25 വയസ്സിൽ വിജയം ലഭിക്കും, മറ്റൊരാൾക്ക് 45-ൽ. ചിലർ വേഗത്തിൽ പണം സമ്പാദിക്കും, ചിലർ വൈകി സമാധാനം കണ്ടെത്തും. ഒരു മാവ് തെങ്ങിനോട് മത്സരിക്കില്ല, തെങ്ങ് വാഴയോട് മത്സരിക്കില്ല. ഓരോന്നിനും സ്വന്തം സമയം, സ്വന്തം രൂപം, സ്വന്തം ഫലം. എന്നാൽ മനുഷ്യർ മാത്രം ചോദിക്കുന്നു: അവൻ എവിടെയെത്തി? അവൾ എത്ര നേടി? എൻ്റെ ബാച്ചിലെ എല്ലാവരും എവിടെയാണ്? ഞാനൊരു വിരമിച്ച അധ്യാപകനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വിദ്യാർത്ഥികളിൽ ചിലർ കോടീശ്വരന്മാരായി, ചിലർ സാധാരണ ജോലിക്കാരായി. പക്ഷേ ഏറ്റവും സന്തോഷവാന്മാർ ആരാണ് എന്നറിയാമോ? ഓരോ ദിവസവും അർത്ഥവത്തായി ജീവിക്കുന്നവർ. എത്ര ആഴമുള്ള നിരീക്ഷണം! കാരണം താരതമ്യത്തിൻ്റെ ഏറ്റവും വലിയ തട്ടിപ്പ് ഇതാണ്: അത് വിജയം പുറത്തുനിന്ന് നിർവചിക്കുന്നു. പക്ഷേ യഥാർത്ഥ വിജയം പലപ്പോഴും വളരെ വ്യക്തിപരമാണ്. രോഗമില്ലാതെ ഒരു ദിവസം ജീവിക്കുക,
കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുക, കടമില്ലാതെ ഉറങ്ങുക, മനസമാധാനത്തോടെ രാവിലെ എഴുന്നേൽക്കുക, സ്വന്തം മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. ഇവ സോഷ്യൽ മീഡിയയിൽ വൈറലാകില്ല, പക്ഷെ ജീവിതത്തെ താങ്ങി നിർത്തുന്നത് ഇവയാണ്. ഒരു ദിവസം ഒരു കുട്ടി അച്ഛനോട് ചോദിച്ചു, അച്ഛാ, നമ്മൾ സമ്പന്നരാണോ? അച്ഛൻ മറുപടി പറഞ്ഞു, നമ്മൾക്ക് കഴിക്കാൻ ഭക്ഷണം, ഉറങ്ങാൻ വീട്, ചിരിക്കാനായി കുടുംബം, സഹായിക്കാൻ കഴിയുന്ന മനസ്സ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ പലർക്കും ഇല്ലാത്ത സമ്പത്ത് നമ്മൾക്കുണ്ട്. താരതമ്യം ഈ സമ്പത്ത് കാണാൻ അനുവദിക്കില്ല. അതെല്ലായ്പ്പോഴും പറയുന്നു, ഇത് പോരാ, പുതിയ ഫോൺ വാങ്ങിയാൽ മറ്റൊരാൾക്ക് അതിലും നല്ലത്, പുതിയ കാർ വാങ്ങിയാൽ മറ്റൊരാൾക്ക് വലിയ കാർ, വീട് പണിതാൽ മറ്റൊരാൾക്ക് വലിയ വീട്. അങ്ങനെ മനുഷ്യൻ ഒരു വിചിത്രമായ ഓട്ടത്തിൽ കുടുങ്ങുന്നു, ഫിനിഷ് ലൈൻ ഇല്ലാത്ത ഓട്ടം. അപ്പോൾ പരിഹാരമെന്ത്? മറ്റുള്ളവരെ കാണാതിരിക്കുക എന്നതല്ല, മറ്റുള്ളവരുടെ വിജയത്തെ അസൂയപ്പെടാതിരിക്കുക എന്നുമല്ല. പരിഹാരം വളരെ ലളിതമാണ്. ഇന്നത്തെ എന്നെ ഇന്നലെയിലെ എന്നോടാണ് താരതമ്യം ചെയ്യേണ്ടത്. ഞാൻ കൂടുതൽ സത്യസന്ധനായോ? ഞാൻ കൂടുതൽ ആരോഗ്യവാനായോ? ഞാൻ കൂടുതൽ സമാധാനമുള്ളവനായോ? കൂടുതൽ ഉപകാരപ്പെടുന്ന മനുഷ്യനാണോ? ഇതാണ് ആരോഗ്യകരമായ താരതമ്യം. ഇന്ന് രാവിലെ ഒരു ചെറിയ പരീക്ഷണം ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത 3 കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപ് ഇതിനകം ഉള്ള 3 അനുഗ്രഹങ്ങൾ ചിന്തിക്കൂ. ശരീരം പ്രവർത്തിക്കുന്നു, കുടുംബം ഉണ്ട്, സുഹൃത്തുക്കളുണ്ട്, അറിവുണ്ട്, വീണ്ടും തുടങ്ങാനുള്ള അവസരമുണ്ട്. താരതമ്യം നമ്മെ കുറവിലേക്ക് നോക്കാൻ പഠിപ്പിക്കും. നന്ദി നമ്മെ സമൃദ്ധിയിലേക്ക് നോക്കാൻ പഠിപ്പിക്കും. അവസാനമായി ഒരു ചിന്ത. ഒരു സംഗീതവേദിയിൽ വയലിൻ, തബല, കുഴൽ, പിയാനോ എല്ലാം ഒരുമിച്ച് വായിക്കുമ്പോൾ ഓരോ വാദ്യവും മറ്റൊന്നാകാൻ ശ്രമിച്ചാൽ സംഗീതമുണ്ടാകുമോ? ഇല്ല. സംഗീതമുണ്ടാകുന്നത് ഓരോന്നും സ്വന്തം ശബ്ദം പൂർണ്ണമായി ജീവിക്കുമ്പോഴാണ്. നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ മറ്റൊരാളുടെ പകർപ്പാകാൻ ജനിച്ചതല്ല. നിങ്ങളുടെ സമയം, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ പാഠങ്ങൾ, നിങ്ങളുടെ ശബ്ദം, അതെല്ലാം അതുല്യമാണ്. അതുകൊണ്ട് ഇന്ന് ഏറ്റവും ചെലവേറിയ ശീലം ഉപേക്ഷിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കാം. മറ്റുള്ളവരുടെ ജീവിതം അളക്കുന്നത് നിർത്തി സ്വന്തം ജീവിതം ആഴത്തിൽ ജീവിക്കാൻ തുടങ്ങാം. കാരണം താരതമ്യം സന്തോഷം കുറയ്ക്കും, പക്ഷെ നന്ദി ജീവിതത്തെ സമ്പന്നമാക്കും. നിങ്ങളുടെ ഇന്നത്തെ ദിവസം മറ്റൊരാളുടെ അളവുകോലിൽ അല്ല, സ്വന്തം മൂല്യത്തിൽ ജീവിക്കുന്ന ഒരു ദിവസമാകട്ടെ.